ലോഗോസ് ക്വിസ് 2024 പഠന ഭാഗമായ ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 9 ഭാഗം 3. ചോദ്യം 1. ഏബദിന്റെ പുത്രൻ ഗാൽ ചോദിച്ചത് എന്ത്? ഉത്തരം: ആരാണ് ഈ അബിമേലെക്ക്? ചോദ്യം 2. ആരെ സേവിക്കേണ്ടതിന് ശെക്കേംകാരായ നാം ആര് എന്നാണ് ഗാൽ ചോദിക്കുന്നത്? ഉത്തരം: അബിമേലെക്കിനെ. ചോദ്യം 3. ശെക്കേമിന്റെ പിതാവ് ആര്? ഉത്തരം: ഹാമോർ. ചോദ്യം 4. പിതാവായ ഹാമോറിന്റെ ആളുകളെ സേവിച്ചത് ആരെല്ലാം? ഉത്തരം: ജെറുബാലിന്റെ പുത്രനും അവന്റെ കിങ്കരനായ സെബൂളും. ചോദ്യം 5. ഈ ജനം എന്റെ കീഴിൽ ആയിരുന്നെങ്കിൽ ഞാൻ ആരെ വകവരുത്തും എന്നായിരുന്നു ഗാൽ പറഞ്ഞത്? ഉത്തരം: അബിമേലെക്കിനെ. ചോദ്യം 6. ഈ ജനം എന്റെ കീഴിൽ ആയിരുന്നെങ്കിൽ താൻ അബിമേലെക്കിനോട് എന്ത് പറയുമായിരുന്നു എന്നാണ് ഗാൽ പറയുന്നത്? ഉത്തരം: നിന്റെ സൈന്യശക്തി വലുതാക്കി ഇറങ്ങി വരൂ എന്ന്. ചോദ്യം 7. ഗാൽ പറഞ്ഞത് കേട്ടപ്പോൾ കോപം ജ്വലിച്ചത് ആർക്ക്? ഉത്തരം: നഗരാധിപനായ സെബൂലിന്. ചോദ്യം 8. ഗാൽ എവിടെയുള്ള അബിമേലെക്കിന്റെ അടുത്താണ് ഇങ്ങനെ അറിയിച്ചത്? ഉത്തരം: അറുമായിൽ. ചോദ്യം 9. ഗാൽ അറുമായിൽ അബിമേലെക്കിന്റെ അടുത്തേക്ക് ആരെ അയച്ചാണ് അറിയിച്ചത്? ഉത്തരം: ദൂതന്മാരെ. ചോദ്യം 10. ആരെല്ലാം വന്നിരിക്കുന്നു എന്നാണ് ഗാൽ അബിമേലെക്കിനെ ദൂതന്മാരെ അയച്ച് അറിയിച്ചത്? ഉത്തരം: ഗാലും അവന്റെ ആളുകളും. ചോദ്യം 11. ഗാലും അവന്റെ ആളുകളും എവിടെ വന്നിരിക്കുന്നു എന്നാണ് ഗാൽ അബിമേലെക്കിനെ ദൂതന്മാരെ അയച്ച് അറിയിച്ചത്? ഉത്തരം: ശെക്കേമിൽ. ചോദ്യം 12. അബിമേലെക്കിനെതിരെ അവർ ആരെ ഇളക്കുന്നു എന്നാണ് അവൻ അറിയിച്ചത്? ഉത്തരം: നഗരവാസികളെ. ചോദ്യം 13. അബിമേലെക്കിനെതിരെ അവർ നഗരവാസികളെ ഇളക്കുന്നു, അതുകൊണ്ട് നീ ആരോടൊപ്പം പുറപ്പെടുക എന്നാണ് അബിമേലെക്കിനോട് പറയുന്നത്? ഉത്തരം: സൈന്യത്തോട്. ചോദ്യം 14. രാത്രി എവിടെ പതിയിരിക്കുക എന്നാണ് പറയുന്നത്? ഉത്തരം: വയലിൽ. ചോദ്യം 15. എപ്പോൾ പട്ടണത്തിൽ പ്രവേശിച്ച് ആക്രമിക്കുക എന്നാണ് പറയുന്നത്? ഉത്തരം: അതിരാവിലെ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ. ചോദ്യം 16. ആര് എതിർക്കുമ്പോൾ അവസരത്തിന് പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത്? ഉത്തരം: ഗാലും സൈന്യവും. ചോദ്യം 17. ആരെല്ലാമാണ് ശെക്കേമിനെതിരായി പതിയിരുന്നത്? ഉത്തരം: അബിമേലെക്കും സൈന്യവും. ചോദ്യം 18. അബിമേലെക്കും സൈന്യവും എത്ര ഗണങ്ങളായാണ് പതിയിരുന്നത്? ഉത്തരം: 4 ഗണങ്ങളായി. ചോദ്യം 19. അബിമേലെക്കും സൈന്യവും 4 ഗണങ്ങളായി പതിയിരുന്നത് എപ്പോൾ? ഉത്തരം: രാത്രിയിൽ എഴുന്നേറ്റ്. ചോദ്യം 20. ഗാൽ പുറത്തു വന്ന് നിലയുറപ്പിച്ചത് എവിടെ? ഉത്തരം: നഗര കവാടത്തിന്റെ മുൻപിൽ. ചോദ്യം 21. ഗാൽ പുറത്തു വന്ന് നിലയുറപ്പിച്ചപ്പോൾ അബിമേലെക്കും സൈന്യവും ചെയ്തത് എന്ത്? ഉത്തരം: ഒളിയിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റു. ചോദ്യം 21. ഗാൽ അവരെ കണ്ടപ്പോൾ സെബൂളിനോട് പറഞ്ഞത് എന്ത്? ഉത്തരം: അതാ മലമുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു. ചോദ്യം 22. എന്ത് കണ്ടിട്ട് മനുഷ്യരാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് എന്നാണ് സെബൂൾ പറഞ്ഞത്? ഉത്തരം: മലയുടെ നിഴൽ കണ്ട്. ചോദ്യം 23. ആളുകൾ എവിടെ നിന്ന് ഇറങ്ങി വരുന്നു എന്നാണ് ഗാൽ വീണ്ടും പറഞ്ഞത്? ഉത്തരം: ദേശത്തിന്റെ മധ്യത്തിൽ നിന്ന്. ചോദ്യം 24. ഒരു കൂട്ടം ആളുകൾ ഏത് ഭാഗത്തു നിന്ന് വരുന്നു എന്നാണ് ഗാൽ പറഞ്ഞത്? ഉത്തരം: ശകുനക്കാരുടെ ഓക്കുമരത്തിന്റെ ഭാഗത്തു നിന്ന്. ചോദ്യം 25. അപ്പോൾ സെബൂൾ ഗാലിനോട് ചോദിച്ചത് എന്ത്? ഉത്തരം: നിന്റെ പൊങ്ങച്ചം ഇപ്പോൾ എവിടെ? ചോദ്യം 26. നാം സേവിക്കാൻ ഡാഷ് ആരെന്ന് നീയല്ലേ ചോദിച്ചത് എന്നാണ് സെബൂൾ ഗാലിനോട് ചോദിക്കുന്നത്? ഉത്തരം: അബിമേലെക്ക്. ചോദ്യം 27. ഏത് ജനമല്ലേ ഇത് എന്നാണ് സെബൂൾ ഗാലിനോട് ചോദിക്കുന്നത്? ഉത്തരം: നീ അധിക്ഷേപിച്ച. ചോദ്യം 28. നീ അധിക്ഷേപിച്ച ജനമല്ലേ ഇത്, അതുകൊണ്ട് നീ തന്നെ പോയി എന്ത് ചെയ്യുക എന്നാണ് സെബൂൾ ഗാലിനോട് പറയുന്നത്? ഉത്തരം: അവരോട് പൊരുതുക. ചോദ്യം 29. ഗാൽ എപ്രകാരമാണ് അബിമേലെക്കിനോട് പോരാടിയത്? ഉത്തരം: ശെക്കേം നിവാസികളുടെ നേതാവായി. ചോദ്യം 30.
ഗാലിനെ പിന്തുടർന്നത് ആര്? ഉത്തരം അബിമേലെക്ക്. ചോദ്യം 31. പട്ടണ കവാടം വരെ മുറിവേറ്റ് വീണത് എത്ര പേർ? ഉത്തരം അനേകർ. ചോദ്യം 32. അബിമേലെക്ക് താമസമാക്കിയത് എവിടെ? ഉത്തരം അറുമായിൽ. ചോദ്യം 33. സെബൂൾ ആരെയെല്ലാമാണ് ഷെക്കേമിൽ താമസിക്കാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് തുരത്തിയത്? ഉത്തരം ഗാലിനെയും അവന്റെ ബന്ധുക്കളെയും. ചോദ്യം 34. അബിമേലെക്ക് സേനയെ എത്ര ഗണമായി തിരിച്ചാണ് വയലിൽ പതിയിരുത്തിയത്? ഉത്തരം 3 ഗണമായി. ചോദ്യം 35. എവിടെ നിന്ന് ആളുകൾ നടന്നു വരുന്നതാണ് അബിമേലെക്ക് കണ്ടത്? ഉത്തരം പട്ടണങ്ങളിൽ നിന്ന്. ചോദ്യം 36. അബിമേലെക്ക് ആളുകളെ കൊന്നത് എപ്രകാരം? ഉത്തരം എതിർത്ത്. ചോദ്യം 37. ആളുകളെ എതിർത്ത് കൊന്നതിന് ശേഷം ആരെല്ലാമാണ് ഓടി നഗര കവാടത്തിൽ ചെന്ന് നിന്നത്? ഉത്തരം അബിമേലെക്കും അവനോട് കൂടെ ഉണ്ടായിരുന്ന ഒരു ഗണവും. ചോദ്യം 38. അപ്പോൾ മറ്റു 2 ഗണങ്ങൾ എന്താണ് ചെയ്തത്? ഉത്തരം വയലിൽ നിന്നിരുന്നവരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവരെ കൊന്നു. ചോദ്യം 39. അബിമേലെക്ക് എപ്പോൾ വരെയാണ് ആ പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്തത്? ഉത്തരം ആ ദിവസം മുഴുവൻ. ചോദ്യം 40. അബിമേലെക്ക് ആ പട്ടണം കൈയടക്കിയതിനു ശേഷം ആരെയാണ് കൊന്നത്? ഉത്തരം അവിടെ പാർത്തിരുന്നവരെ. ചോദ്യം 41. അബിമേലെക്ക് ആ പട്ടണത്തോട് ചെയ്തത് എന്തെല്ലാം? ഉത്തരം പട്ടണം ഇടിച്ചു നിരത്തി ഉപ്പ് വിതറി. നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം: അടുത്ത ദിവസം ജനങ്ങൾ എവിടേക്ക് പോയെന്നാണ് അബിമേലെക്ക് അറിഞ്ഞത്? നിങ്ങളുടെ ഉത്തരം കമന്റ്